അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണല്ലേ. മാഷാ അല്ലാഹ്, ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ നമ്മളിന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മെ പഠിച്ച തമ്പുരാനെ അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു 33 ദിവസത്തെ യാത്ര നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ, നമുക്കും കേൾക്കുന്ന, എന്നാൽ അതിൻ്റെ ആയം പലപ്പോഴും ചിന്തിക്കാത്ത 3 നാമങ്ങളെയാണ്. അള്ളാഹ്, അർ റഹ്മാൻ, അർ റഹീം. അള്ളാഹ്, ഞാൻ ഒറ്റയ്ക്കല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ആൾക്കൂട്ടത്തിൽ നടുവിൽ നിൽക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാറില്ലേ? എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ കരയാറുണ്ടല്ലേ? ജീവിതത്തിൽ നമ്മൾ വായ്മുട്ടി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആരെ വിളിക്കണം എന്നറിയാതെ പതറിപ്പോകുന്ന, പകച്ചു നിൽക്കുന്ന ആ ഒരു സമയം. എവിടെയാണ് അള്ളാഹു എന്ന നാമം നമുക്ക് തണലാകുന്നത്? ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഉടമസ്ഥൻ എൻ്റെ കൂടെയുണ്ട് എന്ന ആ ഒരു ബോധം. നിങ്ങൾ അങ്ങേയറ്റം തളർന്നു നിൽക്കുമ്പോൾ മറ്റാരും വിളിക്കാണ്ട് വെറുതെ ഒന്ന് കണ്ണടച്ചിട്ട് യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ് ഇങ്ങനൊന്ന് വിളിച്ചു നോക്കിയേ. ആ വിളിയിൽ ഒരു കരുത്തുണ്ട്. നിങ്ങൾ അനാഥരല്ല. അള്ളാഹു ഉള്ളിടത്തോളം കാലം നിങ്ങളൊരിക്കലും ഒറ്റക്കുമല്ല. ഇനി മുതൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് നമ്മൾ അർ റഹ്മാൻ എന്നൊരു സിനിമയെ കുറിച്ചാണ്. നിരാശ വേണ്ട, റബ്ബ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ? നമ്മൾ പലരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പാപബോധം എന്നുള്ളത്, അല്ലെങ്കിൽ കുറ്റബോധം എന്നുള്ളത്. ഞാൻ അത്ര നല്ലവളല്ല, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നെ അള്ളാഹുവിന് ഇഷ്ടാവോ, എനിക്കിനി ഒരു തിരിച്ചു പോക്കുണ്ടോ? ആ ഒരു നിരാശ അല്ലേ നമ്മൾക്ക് പലർക്കും തോന്നാറില്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഈ ഒരു നിരാശ കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും നമ്മൾ എന്തായിട്ടുണ്ട്, ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ അള്ളാഹു അർ റഹ്മാനാണ്, അവന് പരമകാരുണ്യകനാണ്. ഇപ്പോൾ റബ്ബ് സൂര്യപ്രകാശം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലേ? ഒരുപോലെയല്ല കൊടുക്കുന്നത്. നല്ലവർക്കും ചീത്തവർക്കും ഒക്കെ ഒരുപോലെയാണ് സൂര്യപ്രകാശം കിട്ടുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും അവൻ്റെ കാരുണ്യത്തിന് മുന്നിൽ അതിരുകൾ ഉണ്ടാവില്ല. റഹ്മാനായ റബ്ബ് നിങ്ങളൊരിക്കലും കൈവിടില്ല. നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മുടെ നിരാശയെ നമ്മളെ പടിക്ക് പുറത്താക്കുക. റഹ്മാനാണ് അർ റഹ്മാൻ, അവൻ പരമകാരുണ്യകനാണ്. ഇൻഷാ അല്ലാഹ്. ഇനി നെക്സ്റ്റ് അർ റഹീം, എൻ്റെ പ്രാർത്ഥനകൾ വെറുതെയാവില്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എനിക്ക് മാത്രം എന്തെങ്ങനെ, എന്നെ റബ്ബിന് ഇഷ്ടമല്ലേ,
ഇങ്ങനെയുള്ളൊരു മടുപ്പ് നമ്മുടെ ആത്മീയതയെ തളർത്തുക ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അർ-റഹീമാണ്. അവൻ്റെ കാരുണ്യം, അവന് പ്രത്യേകമായിട്ടുള്ളൊരു കാരുണ്യം നിങ്ങൾക്കായി അവന് കാത്തു വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചതിനേക്കാൾ വലിയൊന്ന് നൽകാനായിരിക്കും അവനിങ്ങനെ വൈകിക്കുന്നുണ്ടാവുക. നാം ചെയ്യുന്ന ആ ഒരു ചെറിയ സൽക്കർമ്മം അതുപോലും അവന് കാണുന്നുണ്ടല്ലേ. നമ്മൾ കുറച്ചുകൂടി ക്ഷമയോടെ അവനിൽ എന്ത് ചെയ്യുക, പ്രതീക്ഷ അർപ്പിക്കുക. അർഹീമായ റബ്ബ് നിങ്ങളുടെ കണ്ണുനീര് കാണാതിരിക്കില്ല. നമ്മുടെ പ്രാർത്ഥന റബ്ബ് കേൾക്കും. വൈകിപ്പിക്കുന്നതിലും അവിടെ ഒരു ഹൈറുണ്ടെന്നാണ് അല്ലേ. നമുക്ക് റബ്ബ് തരുന്നതൊക്കെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ഹൈറാണെന്നാണ് അല്ലേ. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് വൈകുന്നതിനുണ്ടെങ്കിൽ അവിടെയും റബ്ബ് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. ഇന്ന് നമ്മൾ പഠിച്ചത് 3 ഇസ്മാണ്. യാ അല്ലാഹ്, യാ റഹീം, യാ റഹ്മാൻ. 3 ഇസ്മ പഠിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങളിന്ന് ഈ ഒരു റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വിഷയം ഓർക്കുക. എല്ലാവർക്കും എന്തായാലും ലൈഫിലൊരു സങ്കടം ഉണ്ടാവും അല്ലേ. എല്ലാവർക്കും ഉണ്ട്, സുഖവും ദുഃഖവും സങ്കടവും സന്തോഷവും എല്ലാം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിച്ച ആ ഒരു നിമിഷം ഓർക്കുക. ആ ഒരു വിഷയം ഓർത്തെടുത്തിട്ട് യാ അല്ലാഹു, യാ റഹ്മാൻ, യാ റഹീം, അല്ലെങ്കിൽ യാ അല്ലാഹ്, യാ റഹ്മാനു, യാ അല്ലാഹ്, യാ റഹീമു, യാ അല്ലാഹ്. ഈ ഒരു 3 ഇസ്മ 21 വട്ടം 21 തവണ നമ്മൾ അർത്ഥം അറിഞ്ഞിട്ട് ചൊല്ലുക. ഓക്കെ. അവൻ്റെ കാരുണ്യം നിങ്ങളെ പൊതിയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ഇന്നലെ നോട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഇന്നത്തെ 3 നാമങ്ങളും അതിൽ എഴുതി വെക്കുക. അർത്ഥം എഴുതി വെക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിത് പഠിച്ചത് 3 ഇസ്മാണ്. ആ 3 ഇസ്മിൻ്റെയും എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നതെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് നമ്മളെ പ്രശ്നം, നമുക്ക് ഓരോരുത്തർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് റബ്ബിനെ വിളിക്കേണ്ടത്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല, റബ്ബ് നമ്മളെ കൂടെ ഉണ്ട്. എന്തെല്ലാം പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളെ ആരൊറ്റപ്പെടുത്തി കഴിഞ്ഞാലും നമ്മളെ കൂടെ നമ്മളെ പടച്ച റബ്ബുണ്ടല്ലേ. അവൻ്റെ അടിമയാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ ആരൊറ്റപ്പെടുത്തിയാലും ആര് തള്ളിക്കളഞ്ഞാലും നമുക്ക് അവൻ മാത്രം മതി. ആ ഒരു ബോധത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഏതാണ് ആരുണ്ടായിട്ടെന്താ, എല്ലാവരും ഒരു ഘട്ടമെത്തുമ്പോൾ നഫ്സിയാണല്ലേ. ഇപ്പം നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളെ റബ്ബ് നമ്മൾ ഒരിക്കലും കൈവിടില്ല. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും റബ്ബ് നമുക്ക് പുറത്തു തരും അല്ലേ. നമ്മളൊരിക്കലും നമ്മുടെ മനസ്സിലെ കുറ്റബോധം കൊണ്ട് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ 3 ഇസ്മ നമ്മൾ പതിവാക്കുക. ഇന്നത്തെ ആ ഒരു ടാസ്ക്, നിങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നം ആലോചിച്ചിട്ട് നിങ്ങൾ ഈ ഒരു 3 ഇസ്മ 21 വട്ടം ചെല്ലുക. ഇൻഷാ അല്ലാഹ്. ആ ഒരു ഫീലിംഗ് നിങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുക. ഓക്കെ. ഇൻഷാ അല്ലാഹ്. നാളെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെയാണ്. സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന 3 നാമങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.